ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അനുദപിക്കാത്ത നഗരങ്ങൾ എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട്. ഇവിടെ രണ്ടു മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൊറോസൈൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, കഫർനാമി നിനക്ക് ദുരിതം. എന്നിട്ടിങ്ങനെ അതിനോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലുമായിരുന്നു നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോതോം ഗൊമോറ നഗരങ്ങളിലായിരുന്നു നടന്നിരുന്നെങ്കിൽ, അവർ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. നിങ്ങൾ അനുദപിക്കുന്നില്ല, നിങ്ങൾക്ക് ദുരിതം. ഇത് വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളിൽ അത്ഭുതങ്ങളിൽ നടന്നത് നിങ്ങൾ അനുദപിക്കാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ വ്യക്തമായ അവതരണം. നിങ്ങൾ അനുദപിക്കുന്നില്ല, ഞാൻ അത്ഭുതം ചെയ്യുന്നത് അനുതാപത്തിന് വേണ്ടിയാണ്. അനുതാപത്തിന്റെ സുവിശേഷം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് ഈ അത്ഭുതങ്ങൾ എപ്പോഴും ദൈവം ഇടപെട്ടു തുടങ്ങി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ കൃത്യമായും ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ചലച്ചിത്രമാണ് ദേവദൂതൻ. മലയാളത്തിലെ അത്യാവശ്യം വളരെ കാര്യമായിട്ട് ഹിറ്റായതും ഈ അടുത്തിടയ്ക്ക് എനിക്കൊന്ന് റിലീസ് ചെയ്തു. അതിലെ പാട്ടുകളൊക്കെ എപ്പോഴും ഹിറ്റാണ്. ആ സിനിമയുടെ പോസ്റ്റർ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, പക്ഷെ ആ പോസ്റ്റർ ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നൊരു കാര്യമാണ്. എനിക്ക് പത്രത്തിലേക്ക് അന്ന് സിനിമയുടെ പരസ്യം വരുമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നൊരു വാക്യം ഉണ്ടായിരുന്നു. ദേവദൂതൻ താഴെ എഴുതിയിരുന്ന ഇങ്ങനെയാണ്: സംവൺ വാണ്ട് ടു സേ സംതിങ് ടു സംവൺ. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞൊരു വാക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ഓർക്കണം, ദൈവം ഒരു അത്ഭുതം എവിടെയെങ്കിലും സാധ്യമാക്കുന്നുണ്ടെങ്കിൽ, ഒരു അത്ഭുതത്തിലൂടെ ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പറയാനുണ്ട്. ഞാനിങ്ങനെ ഞങ്ങളുടെ മുൻ മെത്രാനായിരുന്നു അഭിവന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവായിട്ടപ്പോഴിങ്ങനെ മരിയൻ അപ്പാരിഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. മരിയൻ അപ്പാരിഷൻസ് ഇങ്ങനെ പിതാവിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ്. പാദ്രി പിയോ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ്. അങ്ങനെ പലതവണ ഇങ്ങനെ പിതാവുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം, ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിതാവ് പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അപ്പാരിഷൻ പോലെയുള്ള അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ വിഷൻ കിട്ടുന്നു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്ത് പറഞ്ഞു? മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, മാതാവ് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ പറയുന്നു, മാതാവ് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണം. മാതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ ഒരു സന്ദേശം കൈമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അപ്പാരിഷൻ ഒരു റിയൽ അപ്പാരിഷൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സഭ അതുകൊണ്ടാണ് ഇതിനെല്ലാം പെൻഡിങ് വയ്ക്കുന്നത്. ഒന്നും ചാടിക്കേറി ഇതിങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒന്നും പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. സഭ അതിൻ്റെ കൃത്യമായ പാഠങ്ങളിലൂടെ കടന്നു പോകും, പഠനങ്ങൾ നടത്തും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്: പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ലോകത്തിന് കൈമാറാനായിട്ട് വന്നിട്ടുള്ളത്. മാലാഖമാർ കൈമാറിയിരുന്ന സന്ദേശം മാലാഖമാരുടെ രാജ്ഞി കൈമാറുന്നതായിരുന്നു അപ്പാരിഷൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ നോക്കുമ്പോഴും ഈശോ ടയറിലും അല്ലെങ്കിൽ കൊറോസൈൻ, ബെത്സൈദ, കഫർനാം ഈ 3 സ്ഥലങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഫർനാം. നമ്മൾ കഫർനാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൗൺ ഓഫ് ജീസസ് എന്നാണ്. അതിന്റെ ഒരു കവാടത്തിന്റെ രീതിയിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ടൗൺ ഓഫ് ജീസസ് എന്ന് പറഞ്ഞ്. ഈശോ അവിടെ തന്നെ ആയിരുന്നു. ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി, അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ ഒരു ഇടവക വികാരി ആയിരുന്നു പറയുകയാണെങ്കിൽ, ഈശോയുടെ സർവീസിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച പ്രധാനപ്പെട്ട പാരിഷ് ആയിരുന്നു കഫർനാം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെ ടൗൺ ഓഫ് ജീസസ് എന്ന് പറയുന്നത്. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തു. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടമാണ് ആദ്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളാണ് ആദ്യം മാനസാന്തരത്തിലേക്ക് വരേണ്ടതെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ആ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു മിറാക്കിൾ പോയിന്റ് എന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്സിന്റെ സോഴ്സ് എന്നോ ഒക്കെ പറഞ്ഞ് നമ്മളൊരു അനുഗ്രഹങ്ങളുടെ ഉറവയെന്നോ അത്ഭുതങ്ങളുടെ പോയിന്റ് എന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടിങ്ങനെ ജനം ഒഴുകാറുണ്ട്. പക്ഷെ ഓർക്കണം, ഈ അത്ഭുതങ്ങളൊന്നും അതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തെങ്കിലും ഒരു ടെമ്പററി പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഒരു താൽക്കാലികമായ ഒരു പ്രശ്നത്തെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ദൈവം ഇടപെടുന്നതിന്റെ പേരല്ല അത്ഭുതം.
അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന ഒരു മാജിക്കിന്റെ പേരല്ല അത്ഭുതം. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ മുമ്പ് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്, ഈശോ ലാസറിനെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ ജായറൂസിന്റെ മകളെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരാരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈശോ ഉയർപ്പിച്ച, മരണത്തെ തോൽപ്പിച്ച്, മരണത്തെ കൊന്നു കളഞ്ഞിട്ട് ഈശോ ഇവരെല്ലാം ഉയർപ്പിച്ചു. പക്ഷെ അവരൊക്കെ പിന്നീട് മരിച്ചുപോയി. അവരാരും ഇപ്പൊ ഈ ഭൂമുഖത്തില്ല. അതിനർത്ഥം ഈശോയുടെ അത്ഭുതങ്ങൾക്ക് ശക്തിയില്ലെന്നല്ല. നമ്മളിങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ക്യാൻസർ മാറി, രോഗങ്ങൾ മാറി എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ ക്യാൻസറും രോഗമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അതേ അസുഖം വീണ്ടും വന്ന് മരിച്ചുപോയ ആൾക്കാർ ഒരുപാടുണ്ട്. അതിനർത്ഥം ആ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്നോ ധ്യാനകേന്ദ്രത്തിന് ശക്തിയില്ലെന്നോ അല്ല. ഈ ധ്യാനകേന്ദ്രത്തിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും നൊവേന സെന്റേഴ്സിലൂടെയൊക്കെ ഇപ്പോഴും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊന്നും അതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതല്ല. ഇതിലൂടെ ദൈവത്തിന് എന്തോ നമ്മളോട് പറയാനുണ്ട്. someone want to say something to someone എന്ന് പറഞ്ഞ കണക്ക് God needs to say something to someone. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഒറ്റ കാര്യം പറയാനുണ്ട്. സംതിങ് എന്ന് പറയണ്ട, സമ്മണെന്നും പറയണ്ട, എല്ലാവരോടുമായി ദൈവത്തിന് ഒറ്റ കാര്യം പറയാനുണ്ട്: നീ എന്നിലേക്ക് തിരിയുക വരിക. ഭൂമിയുടെ കാര്യങ്ങളെ വിട്ടുപേക്ഷിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് നീ തിരിയുക എന്നൊരു ഓർമ്മപ്പെടുത്തലായത്. ഈ ഒരു അത്ഭുതം നടക്കുമ്പോൾ, ഒരു മിറാക്കിൾ നടക്കുമ്പോൾ, അത് ദൈവത്തിന്റെ വലിയ അധികാരമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തിന്മയ്ക്ക് മേലുള്ള അധികാരം. കാരണം എല്ലാ തിന്മകൾക്ക് മേൽ ദൈവം നടത്തുന്ന കറക്ഷനെയാണ് നമ്മൾ മിറാക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഒരു രോഗം, ഒരു തിന്മയാണ്, അതിനെ ദൈവം കറക്റ്റ് ചെയ്യുകയാണ്, ക്ലാരിഫൈ ചെയ്യുകയാണ്. അതാണ് സൗഖ്യം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാത്തരം അത്ഭുതങ്ങളും അങ്ങനെ തന്നെ. അത് തിന്മയ്ക്ക് മേലുള്ള അധികാരമാണ്. രണ്ട്, പ്രകൃതിക്ക് മേലും ശരീരത്തിന് മേലും ദൈവത്തിന് അധികാരമുണ്ട്. നമ്മുടെ ശരീരത്തിന് മേലും നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിക്ക് മേലും ദൈവത്തിന് അധികാരമുണ്ട്. അതൊരു സൂചനയാണ്. നിന്റെ ആത്മാവിന് മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്നുള്ള സൂചന. സർവാധികാരമുണ്ടെന്നുള്ള സൂചനയാണ് തിന്മയ്ക്ക് മേൽ അധികാരമുണ്ടെന്നുള്ളത്. ഈ പ്രകൃതിക്കും ശരീരത്തിന്മേൽ അധികാരമുണ്ടെന്നുള്ള അത്ഭുതങ്ങൾ സൂചിപ്പിക്കുന്നത് നിന്റെ ആത്മാവിന് മേൽ ദൈവത്തിന് സർവാധികാരം ഉണ്ടെന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഈ അധികാരമാണ് നമ്മൾ അത്ഭുതങ്ങളിൽ കാണുന്നത്. ഈ രണ്ടു തരം അധികാരങ്ങളാണ്. ഇനി എന്താണ് ഈ അധികാരം? എന്താണ് ഈ അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കർത്താവിന്റെ കരുണയാണ്. കരുണയാണ് കർത്താവിന്റെ അധികാരം. കാരണം അത് സാത്താനില്ലാത്ത ഒരു ശക്തി ദൈവത്തിനുണ്ടെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ സ്നേഹാർദ്രമായ കരുണ, ഹെസദ്. ആ കരുണ എന്ന അധികാരം അണപൊട്ടി ഒഴുകുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈശോ ഇങ്ങനെ ഒരു തളർവാദ രോഗിയെ കാണുന്നു. അന്നേരം ഇത് പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. തലേന്ന് രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടൊന്നുമില്ല. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് കവർണം ഒരു തളർവാദ രോഗിയെ ഒരു അന്ധരെ സുഖപ്പെടുത്തണം. അത് കഴിഞ്ഞ് 11 മണിക്ക് കഴിയുമ്പോഴത്തേക്ക് ബെത്സദ കുളക്കരയിൽ എത്തണം. അവിടെ ഒരു 38 വർഷമായിട്ട് തളർവാദം കിടക്കുന്ന അയാളെ സൗഖ്യപ്പെടുത്തണം. അത് കഴിഞ്ഞ് പിന്നീട് ജായറൂസിന്റെ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി യാത്ര ചെയ്യണം. ആ പോകുന്ന വഴിക്ക് ഒരു കുഷ്ഠരോഗി അല്ലെങ്കിൽ ഒരു രക്തസ്രാവക്കാരി വരും, അവിടെ ഇങ്ങനെ ഈശോ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോകുന്നൊരു പരിപാടി ആയിരുന്നില്ല ഇത്. നമ്മളിങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ ഈ ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പോയി ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പരിപാടി ഈശോയ്ക്ക് ഇല്ലായിരുന്നു. ഈശോ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന മനുഷ്യരോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുമ്പോൾ കരുണ അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്നതിനെ വിളിക്കുന്നതിന്റെ പേരാണ് അത്ഭുതം. അതാണ് സംഭവിക്കുന്നത്. ഈശോ കരുണ എന്താന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവ് ഇതാ: കൺമുമ്പിലുണ്ടാകുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കരുണ. നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് വരുമ്പോൾ അത് അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് കരുണ. ആ കരുണ ആ അത്യാവശ്യക്കാരനെ തൊടുമ്പോൾ അവിടെ നടക്കുന്ന സംഭവമാണ് അത്ഭുതം. നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ നമ്മളിൽ സംഭവിക്കും. ഇപ്പൊ ഈശോ ഈ അധികാരം എന്തിനാണ് പ്രയോഗിച്ചത്? നമ്മൾ ഈ രക്തസ്രാവക്കാരിയുടെ ഒക്കെ സംഭവം നമ്മൾ വായിക്കും, അറിയാം. ഈശോ ചിന്തിച്ചിട്ട് പോലും ഇല്ലത്. ഇവള് പുറകെ കൂടെ വന്ന് തൊട്ടു, ആ കരുണ പൊട്ടി പുറത്തേക്ക് ഒഴുകി, അവൾ സൗഖ്യപ്പെട്ടു. ഇതാണ് സത്യത്തിൽ എല്ലാ അത്ഭുതങ്ങളും. ഇത് ഈശോ മരിച്ച് കുരിശിൽ കിടക്കുമ്പോൾ ആ കുന്തവനെ കുത്തിയിറക്കിയ ലോഞ്ചിനൂസ് എന്ന പടയാളിയുടെ പാതി കാഴ്ചയുള്ള കണ്ണിലേക്ക് തെറിച്ചു വീണ രക്തവും ജലവും, തിരുരക്തവും തിരുജലവും അവന് പൂർണ്ണ കാഴ്ച നൽകി എന്ന് പറയുമ്പോഴും ഈ അണപൊട്ടി ഒഴുകുന്ന സ്നേഹത്തെ കുറിച്ച് തന്നെ അവിടെ ഓർമ്മിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൃത്യമായും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും അണപൊട്ടി പുറത്തേക്കൊഴുകുന്ന സ്നേഹം
അത് പുറത്തേക്ക് വരുമ്പം അതിന്റെ രൂപമാറ്റം ഉണ്ടാകുന്നു. അതിന്റെ പേരാണ് കരുണ. അത് ആർക്കാണോ അത്യാവശ്യമായിട്ടുള്ളത് അയാളെ തൊടുന്നു. അപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെ, അപ്പോൾ സംഭവിക്കുന്ന വസ്തുതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അത്ഭുതം, മിറാക്കിൾ. അതെന്തിനാ അതിങ്ങനെ രോഗം മാറുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിങ്ങനെ എന്തെങ്കിലും കടലിന് മീതെ നടക്കുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നിന്റെ സ്നേഹം അണപൊട്ടി പുറത്തേക്കൊഴുകി കരുണയായി അവനെ തൊടുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രകാശത്തെ വിളിക്കുന്ന പേരാണ് അത്ഭുതം. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആശ്വാസത്തെ വിളിക്കുന്ന പേരാണ് അത്ഭുതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കൃത്യമായിട്ടും ഈ സുവിശേഷത്തിൽ യേശു ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. നിന്നിൽ എൻ്റെ അധികാരമുണ്ട്, ആ സ്നേഹം. നിന്നിൽ ഞാൻ വസിക്കുന്നുണ്ട്, ആ സ്നേഹം. നിന്നിൽ നിന്നും ആ സ്നേഹം അണപൊട്ടി പുറത്തേക്ക് ഒഴുകട്ടെ, അത് കരുണ. അതൊരാളെ സ്പർശിക്കട്ടെ, അപ്പോൾ അത്ഭുതം. അപ്പോൾ നീ എൻ്റെ ശിഷ്യനായി മാറും, എൻ്റെ മകനായി മാറും, എന്നെ പോലെയായി മാറും. അപ്പൊ ഇതാണ് എൻ്റെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ, കരുണാമയനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണാമയനായിരിക്കുക, പരിപൂർണനായിരിക്കുക എന്ന് ഈശോ പറയുമ്പോഴത്തേക്ക് ഇതാ അർത്ഥമാക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്ത ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ സുവിശേഷം ഓർപ്പെടുത്തുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അതിന്റെ പുറകെ പോകാൻ, അല്ലെങ്കിൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രം ചെയ്യുന്ന ഒരാളായി മാറുന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് അർത്ഥമൊന്നുമില്ല. അതൊരു സന്ദേശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്നും ചിലത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നിന്നിൽ നിന്നും ആ കരുണ ഒഴുകി അത്ഭുതം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊറോസൈൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, കഫർനാമേ നിനക്ക് ദുരിതം, എന്നെ കേട്ടോണ്ടിരിക്കുന്ന നീ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, എന്നോട് ഈശോ പറയുന്നു, നിങ്ങളോട് പറയുന്നു, നിനക്ക് ദുരിതം. അപ്പോൾ സ്നേഹം നിറച്ചു വെച്ച ഹൃദയത്തിൽ അത് പൊട്ടിപ്പുറത്തേക്ക് ഒഴുകുമ്പോൾ രൂപമാറ്റം സംഭവിച്ച കരുണയായി മാറുവാനും ആ കരുണ അത്യാവശ്യക്കാരനെ സ്പർശിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം നമ്മളിലും ഉണ്ടാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊന്നും അനുഗ്രഹിക്കട്ടെ.